നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കിന്ന് ശതമാനത്തിലെ ചില എളുപ്പ വഴികൾ പഠിക്കാം. 100% ഓഫ് 80, 80ന്റെ 100%. അപ്പോൾ ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ്. അപ്പോൾ 100%, 80ന്റെ 100% എന്ന് പറയുന്നത് 80 തന്നെയാണ്. 50% ഓഫ് 80, 80ന്റെ 50%. 50% എന്ന് പറയുന്നത് 100%ത്തിന്റെ പകുതി, അതായത് 80ന്റെ പകുതി 40. 25%, 25% എന്ന് പറഞ്ഞാൽ 100%ത്തിന്റെ 4/1, അല്ലെങ്കിൽ 50%ത്തിന്റെ പകുതി. അതായത് 50% 40 ആണെങ്കിൽ 25% അതിൻ്റെ പകുതി 20. ഇനി 12.5%, 12.5% എന്ന് പറയുന്നത് 4/1ന്റെ പകുതി, 25%ത്തിന്റെ പകുതി. അപ്പോൾ 80ന്റെ 25% 20ആണ്, 12.5% അതിൻ്റെ പകുതി 10 ആയിരിക്കും. ഇനി 10% ഓഫ് 80, ഒരു സംഖ്യയുടെ 10% കാണാൻ വലത്തെ അറ്റത്തുനിന്ന് ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇട്ടാൽ മതി. 8.0 അല്ലെങ്കിൽ 8 എന്ന് മാത്രവും മതി. 8. അടുത്ത് 5% ഓഫ് 80, 80ന്റെ 5%. 5% കാണാൻ പറഞ്ഞാൽ 10% കണ്ടിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. 10% 8 ആണ്, അങ്ങനെയെങ്കിൽ 5%, 8ന്റെ പകുതി 4. 1% ഓഫ് 80, 80ന്റെ 1%. 1% കാണാൻ പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടണം. അതായത് 0.80, അതായത് 0.8. ഇനി 2% എന്ന് പറഞ്ഞാൽ 1%ത്തിന്റെ ഇരട്ടി. 2% ഓഫ് 80 എന്ന് പറഞ്ഞാൽ 1% ഓഫ് 80യുടെ ഇരട്ടി. 1% എത്രയാണ്? 0.8 ആണ്. 0.8ന്റെ ഇരട്ടി 8ന്റെ ഇരട്ടി 16. 0.8ന്റെ ഇരട്ടി 1.6. ഇനി 12%. 80ന്റെ 12% കാണാൻ 10%വും 2%വും കൂടെ കൂട്ടിയാൽ മതി. 10% എത്രയാണ്? 8. 2% എത്രയാണ്? 1.6. അപ്പോൾ 12% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 8 + 1.6, അപ്പോൾ 9.6 എന്ന് കിട്ടും. ഇനി 60% ഓഫ് 80, 80യുടെ 60% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 50%വും പിന്നെ ഒരു 10%വും കൂടെ കൂട്ടിയാൽ മതി. 50% എത്രയാണ്? 40 ആണ്. 10% എത്രയാണ്? 8 ആണ്. അപ്പോൾ 40ഉം 8ഉം 48, അതാണ് 80ന്റെ 60%. ഇനി 75% കാണാൻ പറഞ്ഞാൽ 50%വും 25%വും കൂട്ടിയാൽ മതി. 50% 40, 25% 20, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 40 + 20 = 60. ഇനി 90% ഓഫ് 80, 80ന്റെ 90% കാണാൻ പറഞ്ഞാൽ 100%ത്തിൽ നിന്ന് 10% കുറച്ചാൽ മതി. 80ന്റെ 100% 80 തന്നെ. 10% എന്ന് പറയുന്നത് 8 ആണ്. 80ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 72 കിട്ടും. ഇങ്ങനെ നമുക്ക് ഏത് സംഖ്യയുടെയും വിവിധങ്ങളായിട്ടുള്ള ശതമാനം അളവുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരല്പം ബുദ്ധി പ്രയോഗിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഇതേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സംശയമുള്ള ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം ഞാൻ നൽകുന്നതാണ്. താങ്ക് യു.